വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചർ, അതായത് ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തങ്ങൾ എന്നൊരു സംവിധാനമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് അതിൻ്റെ പേരിൽ അവാർഡ് ലഭിക്കാനൊന്നുമല്ല, കൂടുതൽ സഹായം ലഭിക്കാനാണ്. കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിച്ചാൽ ആ സഹായം നമുക്ക് കിട്ടും. 2013 ഉത്തരാഖണ്ഡ് പ്രളയവും 2014 ആന്ധ്രാപ്രദേശിലുണ്ടായ സൈക്ലോണും ഒക്കെ കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചറിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ദുരന്തത്തെ കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചറായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചാൽ ദുരന്തബാധിത പ്രദേശങ്ങളിലെ പുനർനിർമ്മാണത്തിനും പുനരധിവാസത്തിനും രാജ്യത്ത് എവിടെയുമുള്ള എംപിമാർക്ക് വർഷത്തിൽ അവരുടെ തദ്ദേശ വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വരെ ചെലവഴിക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിലുള്ള 20 എംപിമാരുടെ കാര്യമല്ല പറയുന്നത്, ഈ രാജ്യത്തുള്ള ഏത് എംപിമാർക്കും അങ്ങനെ ചെയ്യാമെന്നാണ്. ഇതിനുള്ള മാനദണ്ഡങ്ങൾ എംപിമാരുടെ തദ്ദേശ വികസന പദ്ധതിയുടെ ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, സംസ്ഥാനത്തിനുള്ള സഹായം ദേശീയ തലത്തിൽ ലഭിക്കുന്നതിനും ഈ പ്രഖ്യാപനം വഴിവെക്കും. NDRFിൽ നിന്നുള്ള അഡീഷണൽ സഹായവും സംസ്ഥാനത്തിന് ലഭിക്കും. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ 3.1 എന്ന വ്യവസ്ഥയിൽ ഒരു കലാമിറ്റി റിലീഫ് ഫണ്ടും രൂപീകരിക്കാൻ സാധിക്കുന്നതാണ്. നാഷണൽ കലാമിറ്റി കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നും ആവശ്യത്തിന് തുക കലാമിറ്റി ഫണ്ടിലേക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ദുരന്ത ബാധിതർക്ക് ഇളവ് വ്യവസ്ഥയിൽ ലോണുകൾ, ഗ്രാൻറ്റുകളൊക്കെയും നൽകാൻ സാധിക്കുന്നതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുമ്പോൾ വെപ്രാളപ്പെട്ട് ചട്ടമില്ല, വ്യവസ്ഥയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കലാമിറ്റീസ് ഓഫ് സിവിയർ നേച്ചർ എന്നതിന് വ്യവസ്ഥയുണ്ട്. മുൻകാല പ്രഖ്യാപനങ്ങളും മുൻപിലുണ്ട്. ചട്ടമുണ്ടായിട്ട് മാത്രമല്ലല്ലോ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്യുന്നത്. ഇതൊരു അത്യാഹിതമാണെന്നും അതിനുമപ്പുറം സഹായം വേണമെന്നുമുള്ള ബോധ്യങ്ങളിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ ഇതിനെ സമീപിക്കേണ്ടത്.